എങ്ങനെ പോകുന്നു കണ്ണൂരിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ തുടിപ്പ് എത്രത്തോളം തുടിക്കുന്നുണ്ട്? അവിടെ ഈ ചൂട് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? അതെയോ രാഷ്ട്രീയ ചൂടിൽ ആളുകൾ ഇപ്പോഴും ഈ നട്ടുച്ചയ്ക്കും ബൂത്തിലേക്ക് പ്രവഹിക്കുകയാണോ? ദിവിഷ, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2019 അതായത് കേരളത്തിൻ്റെ ശരാശരി 77% വോട്ടിംഗ് ആണെങ്കിൽ അത് 83% പോയതാണ്. സമാനമായ രീതിയിൽ കണ്ണൂർ വലിയ രീതിയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. അതായത് മറ്റ് എല്ലാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് ഒരുപക്ഷെ കണ്ണൂരിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഉച്ചയായതുകൊണ്ട് തന്നെ അല്പം വോട്ടർമാരുടെ നിരയിൽ അല്പം കുറവുണ്ട്. രാവിലെയൊക്കെ വലിയ നീണ്ട നിര തന്നെയാണ് മിക്കയിടങ്ങളിൽ മിക്ക ബൂത്തുകളിൽ കണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കണ്ണൂരിലെ കമ്പിൽ മാപ്പിള UP സ്കൂളിലെയാണ്. ഇവിടെ ഇപ്പോൾ അല്പം വോട്ടർമാരുടെ നിരയിൽ ഉച്ചയായതുകൊണ്ട് തന്നെ കുറവുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വലിയ രീതിയിൽ വോട്ടർമാർ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. രാവിലെ വലിയ നീണ്ട നിര തന്നെ കണ്ണൂരിലെ മിക്ക ബൂത്തുകളിലും തന്നെ കാണാൻ കഴിഞ്ഞു എന്നതാണ്. അതായത് സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉള്ള ഒരു മണ്ഡലമായി കണ്ണൂർ മാറിയിട്ടുണ്ട്. അത് 1:10 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ 41.50 ഈ കണ്ണൂരിലെ മാത്രം ഒരു ശരാശരി എന്ന് പറയാൻ കഴിയുക. കണ്ണൂരിലെ പ്രത്യേകിച്ചും കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിലാണെന്നാണ്. അതായത് നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കണ്ണൂർ ലോക്സഭയിലെ തളിപ്പറമ്പിലാണ്. അപ്പോൾ 43% തളിപ്പറമ്പിൽ വോട്ടിംഗ് ശതമാനം പോയിട്ടുണ്ട്. തളിപ്പറമ്പ് നമുക്കറിയാം MV ഗോവിന്ദനാണ് അവിടുത്തെ MLA. പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ തളിപ്പറമ്പ് നിയമസഭയിൽ ലീഡ് ചെയ്തത് K സുധാകരനായിരുന്നു. പിന്നീട് മട്ടന്നൂരിൽ ഇപ്പോൾ തന്നെ 42, നമുക്കറിയാം KK ശൈലജയുടെ മണ്ഡലമാണ് മട്ടന്നൂരിൽ. അവിടെ 42% ഇപ്പോൾ പോളിംഗ് പോയിട്ടുണ്ട്. പിന്നീട് ഇരിക്കൂർ എന്ന് പറയുമ്പോൾ UDFൻ്റെ കോട്ടയാണ്. അവിടെ 41% മുകളിൽ പോയിട്ടുണ്ട്. പിന്നീട് പേരാവൂര്, ധർമ്മടം, അഴീക്കോട്, കണ്ണൂർ ഈ മണ്ഡലങ്ങളിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് അല്പം കുറവാണ്. പക്ഷേ എല്ലായിടത്തും 40% മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അനിഷ്ട സംഭവങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ കുറവാണ്. മലപ്പട്ടത്ത്, അതായത് CPMൻ്റെ ശക്തി കേന്ദ്രമാണ് മലപ്പട്ടത്ത്, അവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബൈക്ക്, സ്കൂട്ടർ കുത്തി കീറിയിട്ടുണ്ട് സീറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ പരിയാരം തലോറയിൽ അവിടെ ഒരു കന്നി വോട്ട് ചെയ്യാൻ വന്ന ഒരു 18 വയസ്സുകാരിയ ഒരു യുവതിയാണ്. പക്ഷേ അവരുടെ വോട്ട് ആരോ ചെയ്തു പോയി, അങ്ങനെ കള്ളവോട്ടെന്നൊരു പരാതി UDFൻ്റെ ഭാഗത്തു നിന്നും അവിടെ ഉന്നയിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ നിരയിൽ അല്പം കുറവുണ്ട് എന്നപേക്ഷിച്ചാൽ. പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 80% മുകളിലേക്ക് പോളിംഗ് പോകാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ തവണ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത്, ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂരാണ്. അത് 83.87. അത്രയും പോകുമെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും 80% മുകളിലേക്ക് കണ്ണൂരിൽ പോളിംഗ് പോകാൻ തന്നെയാണ് സാധ്യത. അതിശക്തമായ മത്സരമാണ് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ഫെലിക്സ് നേരത്തെ